എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് 2023 സെപ്റ്റംബറിലായിരുന്നു NIA കുറ്റപത്രം സമർപ്പിച്ചത്. വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി കേസിലെ ഏക പ്രതി ഷാരൂഖ് സൈഫി നൽകിയ ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളിയിരുന്നു. 3 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിലൂടെ ജിഹാദി പ്രവർത്തനമാണ് ഷാരൂഖ് ലക്ഷ്യമിട്ടതെന്ന റിപ്പോർട്ട് NIA കോടതിയിൽ നൽകിയിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, പറയൂ. 23 സെപ്റ്റംബറിലാണ് ഈ ഒരു ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം NIA കോടതിയിൽ NIA അന്വേഷണ സംഘം സമർപ്പിക്കുന്നത്. വിചാരണ ആദ്യവാരം തന്നെ തുടങ്ങാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ മറ്റ് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിയതും അതോടൊപ്പം തന്നെ മറ്റ് വിചാരണ നടപടികൾ പൂർത്തിയാകേണ്ട കേസുകൾ ഉണ്ടായിരുന്നു. അത് കാലതാമസം നീണ്ടതുമാണ് ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ അതിന്റെ വിചാരണ നടപടികൾ തുടങ്ങാനായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നിലവിൽ NIA കുറ്റപത്രം ഈ മാവോയിസ്റ്റ് കേസുകളിലടക്കം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല മറ്റ് കേസുകളിൽ ഉടനടി കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ വിചാരണ നടപടികൾ തുടങ്ങാനായിട്ടുള്ള നീക്കങ്ങൾ, അത്തരത്തിലുള്ള നടപടികൾ നിലവിൽ NIA ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. NIA കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ വിചാരണ നടപടികൾ തുടങ്ങുകയും ചെയ്യും. അതിനിടയിലായിരുന്നു ഈ കേസിൽ ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ ഏക പ്രതി എന്ന് പറയുന്നത് ഡൽഹി സ്വദേശിയായിട്ടുള്ള ഷാരൂഖ് സൈഫിയാണ്. ഷാരൂഖ് സൈഫി ഈ ഒരു വിചാരണ നീണ്ടുപോകുന്നു എന്നുള്ള വാദം മുൻനിർത്തിക്കൊണ്ട് കോടതിയിൽ NIA കോടതിയിൽ അടക്കം ജാമ്യ നീക്കം നടത്തിയിരുന്നു. പക്ഷെ അതിനെ NIAക്ക് തടയിടാൻ സാധിച്ചു. അതായത് മതഭീകരവാദിയാണ് ഷാരൂഖ് സൈഫി, ജിഹാദ് ആയിരുന്നു പ്രതി ലക്ഷ്യം വെച്ചത്. ഇതടക്കമുള്ള വിശദീകരണം സത്യവാങ്മൂലം എന്നുള്ള രീതിയിൽ ഈ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് NIA അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തീവ്ര മത പ്രചാരകരെയും നിരന്തരം പിന്തുടരുകയും ഇവരുടെ പ്രസംഗങ്ങളിൽ ആവേശം കണ്ടെത്തുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഷാരൂഖ് സൈഫി. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള ഒരു മറുവാദമായിരുന്നു NIA കോടതിയിൽ ഉന്നയിച്ചത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തു. 2023 സെപ്റ്റംബർ 2 ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കമ്പാർട്ട്മെന്റിൽ കടന്നു കയറിക്കൊണ്ട് യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീവെച്ചത്. ഈ ട്രെയിനിൽ നിന്ന് ചാടിയ 3 പേർ മരിക്കുകയും പൊള്ളലേറ്റ 9 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഷാരൂഖ് സൈഫിയുടെ ജാമ്യ ഹർജി തള്ളിയതൊരു NIA വാദഗതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അത് NIA സംബന്ധിച്ച് വലിയൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തായാലും ഇനി വിചാരണ ഘട്ടത്തിലേക്ക് ഈ കേസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കൃഷ്ണരാജ്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.